ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തൃശ്ശൂർ പൂരം ചമയം കാണാൻ പോയാലോ? ഞാൻ മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയതാണ്. അവരെല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടെ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ലൈൻ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മളത് ചമയ പ്രദർശനത്തിൻ്റെ അവിടെ എത്തി. മോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരുന്നു. കാരണം അവൾക്ക് എന്താ ചമയം എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല പല കളറിലുള്ള കുടകളും ഒക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കി നിന്നു. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കടത്തി വിടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, അവിടെ ഈസി ആയിരുന്നു. നമുക്കങ്ങനെ ചൂടെടുക്കുന്ന പ്രശ്നമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളതിനെ അവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവരൊക്കെ കണ്ടു. അവിടെ കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അധികം നേരം നമ്മൾ നിർത്തിപ്പിക്കില്ല, പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ പറയും. പിന്നെ ഇതുപോലെ ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ പൂരത്തിൻ്റെ ഒരു സ്റ്റേജു. പിന്നെ അങ്ങനെ അപ്സ്റ്റെയറിൽ കയറി. അപ്സ്റ്റെയറിലായിരുന്നു ബാക്കി. അവിടെ നല്ല രസമുണ്ടായിരിക്കുന്നു കേട്ടോ, കോട്ടൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അവിടെ പോലീസുകാർ ഇങ്ങനെ ബലൂൺ കൊടുക്കണ്ടായിരുന്നു. കുട്ടികൾക്കാണ് മെയിനായിട്ട് കൊടുത്തിരുന്നത്. ഞാനും ഒരെണ്ണം വാങ്ങി. പിന്നെ എല്ലാ ആനകളും അവിടെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പാറയമേക്കാവ് ഭാഗത്തിൻ്റെ ചമയാണ് കാണാൻ പോയത്. അപ്പോൾ എല്ലാ ആനകളെയും ഒരു പമ്പിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആനയെ ഒരുക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ആനകളും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാറയമേക്കാവ് അമ്പലത്തിൽ ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആനേനെ കണ്ടവർ പേടിച്ച് ഈ സൈഡിലേക്ക് നിന്നതാണ്. അപ്പം ആന ആ വഴിയെ വന്നു. സനയ്ക്കൊരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ ആനേനെ. നല്ല തിരക്കായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുന്നിൽ തന്നെ കമ്മലിൻ്റെ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി. പിന്നെ അവിടെ ഒരു കണിക്കൊന്ന മരം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ കണിക്കൊന്ന പൂത്ത് നിൽക്കണേ. അപ്പോൾ കുട്ടികളെല്ലാം അതിൽ നിന്ന് പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബിനിതാൻ്റെ എന്തോ ഒരു സാധനം വാങ്ങി കൊടുത്തു. അത് കുഴപ്പമില്ല, എല്ലാവരും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ചമയം കണ്ടു വീട്ടിലേക്ക് പോന്നു.